നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രവാസികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഉത്തരവ് പുറത്തിറങ്ങി. പ്രവാസികൾക്കായി സൗദി അറേബ്യ അടിമുടി ഇപ്പോൾ മാറുകയാണ്. വീട്ടു ഡ്രൈവർ, മറ്റ് വീട്ടുജോലി, വിസകളിലുള്ളവരുടെ സ്പോൺസർഷിപ്പ് മാറ്റം ഇതിലൂടെ പുനരാരംഭിക്കുകയാണ്. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം ഇത് പുനരാരംഭിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. വ്യക്തിയുടെ കീഴിൽ വീട്ടു ഡ്രൈവർ, വീട്ടുവേലക്കാരെ പോലുള്ള ഗാർഹിക വിസകളിൽ കഴിയുന്നവർക്ക് ഒരു സ്ഥാപനത്തിന്റെ പേരിലേക്ക് വിസയും ഒപ്പം തസ്തികയും അതായത് പ്രൊഫഷനും മാറ്റാനുള്ള അനുമതിയാണ് ഇപ്പോൾ മന്ത്രാലയം നൽകി തുടങ്ങിയിരിക്കുന്നത്. ലേബർ ബ്രാഞ്ച് ഓഫീസുകൾ വഴി നേരിട്ട് മാത്രമേ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയൂ. ഓൺലൈനിലൂടെ ഈ സേവനം ലഭിക്കുകയില്ല. കർശന നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് സ്പോൺസർഷിപ്പ് പ്രൊഫഷൻ മാറ്റം കൈവരിക്കുക തന്നെ. ഇഖാമ 1 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് പുതുക്കിയതാകാൻ പാടില്ല എന്നതാണ് പ്രധാന നിബന്ധന എന്നത്. തിരിച്ച് സ്ഥാപനത്തിൽ നിന്ന് വ്യക്തിഗത സ്പോൺസർഷിപ്പിലേക്ക് മാറ്റാനും അനുവദിക്കുന്നതല്ല. പ്രൊഫഷണൽ സ്പോൺസർഷിപ്പും മാറാനുള്ള അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൊഴിലാളിയുടെ പേര്, ഇഖാമ നമ്പർ എന്നിവയുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അപേക്ഷയിൽ പൂരിപ്പിക്കേണ്ടത് തന്നെ. സ്പോൺസർഷിപ്പ് മാറ്റാൻ അനുവദിക്കണമെന്നും പ്രൊഫഷൻ സ്പോൺസർഷിപ്പ് മാറ്റ നടപടികൾ പൂർത്തിയാകുന്നതുവരെ പുതിയ തൊഴിലുടമയുടെ കീഴിൽ ജോലി തുടങ്ങില്ലെന്നും അപേക്ഷകൻ സ്വയം സാക്ഷ്യപ്പെടുത്തി ഒപ്പും വിരൽമുദ്രയും വയ്ക്കണം. പുതുതായി ചേർന്ന സ്ഥാപനത്തിന്റെ പേര്, മറ്റ് വിവരങ്ങൾ, സ്ഥാപനാധികാരിയുടെ ഒപ്പ്, ഔദ്യോഗിക മുദ്ര എന്നിവയും അപേക്ഷയിൽ ഉണ്ടാവണം. സ്പോൺസർഷിപ്പ് പ്രൊഫഷൻ മാറ്റങ്ങൾ അനുവദിച്ചുകൊണ്ട് നിലവിലെ തൊഴിലുടമ നൽകുന്ന സമ്മതപത്രവും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ചേംബർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചീഫ് അല്ലെങ്കിൽ ലേബർ ഓഫീസ് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. സ്പോൺസർഷിപ്പ് മാറ്റാൻ തയ്യാറാണെന്ന പുതിയ തൊഴിലുടമ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സമ്മതപത്രവും ഇതിനോടൊപ്പം തന്നെ വയ്ക്കുകയും വേണം. അതും ചേംബർ ഓഫ് കൊമേഴ്സ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന പുതിയ സ്ഥാപനം നിതാഖാത്ത് പ്രകാരം ഇടനിലയിലുള്ള പച്ച കാറ്റഗറിയിലെങ്കിലും ആയിരിക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.